മുകളിൽ കൊടുത്തിരിക്കുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ സ്കൂളുകളിലും ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഒക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരാളാണ്. യെസ്, നമ്മുടെ സ്വന്തം ഗ്ലോബ്. ഈ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് അല്ലെ? ഈ ഗ്ലോബ് നിങ്ങളുടെ കൈ കിട്ടി നിങ്ങൾ അതിനെ ഇങ്ങനെ കറക്കും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഭൂമിയും ഇതുപോലെ തന്നെ സ്വയം കറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ സൂചിപ്പിക്കാനായിട്ട് ഗ്ലോബും നമ്മൾ ഇതേപോലെ തന്നെ സ്വന്തം അക്ഷത്തിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ? ഏറ്റവും ആദ്യം ഗ്ലോബിൽ കൊടുത്തിരിക്കുന്ന നിറങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. ഏറ്റവും അധികം ഏത് നിറമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്? നീല നിറമാണ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നീല നിറം മാത്രമല്ല, മറ്റു പല നിറങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ മറ്റ് പല നിറങ്ങളിൽ കാണുന്നത് നമ്മുടെ ഭൂമിയിലുള്ള പല പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഗ്ലോബിൽ നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കടലാണ്. മറ്റു പല നിറങ്ങളിലായി കരഭാഗവും ചിത്രീകരിച്ചിട്ടുണ്ട്. കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം കടലുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചെറിയ ഭാഗം തന്നെയാണ്. അപ്പൊ ഗ്ലോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ തേർഡിൽ നിന്ന് നിങ്ങൾ ഫോർത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. അപ്പൊ പ്രാണ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വേഗം എൻക്വയറി ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ 20-ാം തീയതിക്കുള്ളിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വാച്ച് ഗിവ് അവേ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇല്ലാട്ടോ, തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് മാത്രമേ ഉള്ളൂ. വെക്കേഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ നൈസായിട്ട് ആരംഭിക്കാൻ പോവാണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മെഗാ മാരത്തോണുകളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.